ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ വിചാരണ തുടങ്ങി. ഒന്നാം സാക്ഷിയെ വിസ്തരിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നതെന്ന് വന്ദനയുടെ പിതാവ് മോഹൻദാസ് പറഞ്ഞു. ഡോക്ടർ വന്ദനാദാസിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട കൊലപാതകം അത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ കിട്ടും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം വളരെ നിഷ്ഠൂരമായിട്ടുള്ള പൈശാചികമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. രാജ്കുമാർ, കേരളം ഞെട്ടിയ ആ ക്രൂര കൊലപാതകത്തിന്റെ സാക്ഷി വിസ്താരമാണ് തുടങ്ങിയത്. ഇന്ന് ആരെയാണ് വിസ്തരിച്ചത്? ഒന്നാം സാക്ഷിയാണ് ഇന്ന് വിസ്തരിച്ചത്. അതിൽ ഒന്നാം സാക്ഷി കൃത്യമായി തന്നെ പ്രതിയെ തിരിച്ചറിയുകയും നടന്ന സംഭവങ്ങൾ മുഴുവനും അതിന്റെ ദൃക്സാക്ഷി വിവരണം നൽകി. ഒപ്പം തന്നെ ആയുധം തിരിച്ചറിയുകയും ചെയ്തു. ഇതൊന്ന്. അതിനുശേഷം പുറത്തു വന്നപ്പോൾ ഈ പ്രതിയെ പുറത്തിറക്കി. പ്രതി ആ സമയത്ത് യാതൊരു കൂസലുമില്ലാത്ത ഒരു നിലയിലായിരുന്നു. പിന്നീട് ഈ വന്ദനയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് താൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും മുന്നോട്ട് പോകും. പൈശാചികമായ കൊലപാതകമാണ് നടന്നത്. എന്റെ മകളെന്നല്ല, ആർക്കും ഇങ്ങനെ ഒരു ഗതി വരരുതെന്ന് അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ചു. അതേസമയം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ പ്രതികരിച്ചത് ഒന്നാം സാക്ഷി വിശദമായി കോടതിയിൽ മൊഴി നൽകി. ആക്രമിച്ച പ്രതിയെ സാക്ഷി തിരിച്ചറിഞ്ഞു, ആയുധം തിരിച്ചറിഞ്ഞു. വിചാരണ നടപടി വൈകിപ്പിക്കുന്നതിനുള്ള ശ്രമം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം പ്രതിഭാഗം അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞത് ഒന്നാം സാക്ഷി മുഹമ്മദ് ഷിബിൻ ഇല്ലാത്ത പല കാര്യങ്ങളും കോടതിയിൽ അവതരിപ്പിച്ചു. പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് അവിടുത്തെ മൊഴികളിൽ കണ്ടില്ല. ഇക്കാര്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചു. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വന്ദനാദാസ് കൊലപാതക കേസിൽ സാക്ഷി വിസ്താരം ആരംഭിച്ചു. അതിന്റെ വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.